യെസ്, സോ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഗോസ് ലൈക്ക് ദിസ്. അതായത് നമുക്ക് അറിയാവുന്ന, അതായത് ഓരോ വ്യക്തിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കേൾക്കുമ്പം പെട്ടെന്ന് മൈൻഡിലേക്ക് ഓടി വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് അറിയാവുന്ന കുറച്ച് നോൺ ഫാക്ട്സ് ആണ് ഇവിടെ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ 26 നവംബർ 1949, യെസ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചത്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ചത് 26 നവംബർ 1949 ഓക്കെ, സോ അന്ന്, അതായത് നമ്മുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിളിൽ ഫ്രണ്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ലാസ്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഇൻ ദിസ് 26th November 1949 do hereby adopt, enact and give it to ourselves this constitution. Yes, ഫൈനൽ ഡ്രാഫ്റ്റ് വന്നത്, അല്ലെങ്കിൽ ഒഫീഷ്യലി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വന്നത് 26 നവംബർ 1949 ബട്ട് എന്തുകൊണ്ടാണ് നമ്മൾ 26 ജാനുവരി 1950 നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത്? യെസ്, അന്നാണ് നമ്മൾ ഒഫീഷ്യലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്. ഫൈനൽ ഡ്രാഫ്റ്റ് വന്നത് 26 നവംബർ 1949 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അത് പറയുകയും ചെയ്തു, അല്ലെങ്കിൽ അവതരിപ്പിക്കുകയും ചെയ്തു, എല്ലാവരും അക്സെപ്റ്റും ചെയ്തു. എല്ലാം കഴിയുന്നത് അന്നാണെങ്കിലും 2 മാസത്തിന് ശേഷം, യെസ്, 26 ജാനുവരി 1950 നമ്മൾ ഒഫീഷ്യലി റിപ്പബ്ലിക് ആയി എന്നുള്ള രീതിക്ക്, അതായത് പബ്ലിക്കിന് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിക്കൊണ്ട്, അതായത് നമ്മളൊരു റിപ്പബ്ലിക് നേഷൻ ആവുന്നത് 26 ജാനുവരി 1950 സോ അതുകൊണ്ടാണ് അന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് നമ്മൾ ഇന്ത്യ റിപ്പബ്ലിക് ആവുകയും കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തതായിട്ടും പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഫാക്ട് വരുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് നമ്മുടെ ഫാദർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ ഫാദർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിക്കുമ്പം ഇറ്റ് ഈസ് ഡോക്ടർ ബി ആർ അംബേദ്കർ. നമുക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് നോൺ ഫാക്ട്സ് എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ഡോക്ടർ ബി ആർ അംബേദ്കർ ഈസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് 9th ഡിസംബർ 1946. എന്താണ് 9th ഡിസംബർ 1946 ഉണ്ടായത്? യെസ്, അന്നാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിച്ച്, അല്ലെങ്കിൽ അത് രൂപീകരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത് 9th ഡിസംബർ 1946 ഓക്കെ, സോ 9th ഡിസംബർ 1946 ഭരണഘടനയുടെ, അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ആ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുന്നതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫസ്റ്റ് മീറ്റിംഗ് ചേർന്നത് 9th ഡിസംബർ 1946 അത് കഴിഞ്ഞ് അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് 1949 26 നവംബറിനും അത് അഡോപ്റ്റ് ചെയ്തത് 1950 26 ജാനുവരിക്കാണ്. ഓക്കെ, ഈ 3 ഡേറ്റ്സും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, സോ റിമെമ്പർ ഇറ്റ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് 299 മെമ്പേഴ്സ് ഇൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. യെസ്, എത്ര പേരാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ മെമ്പേഴ്സ് എത്ര പേരാണ്? യെസ്, ഇറ്റ് ഈസ് 299 മെമ്പേഴ്സാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വന്നിട്ട്, യെസ്, ഇത് 1946 തുടങ്ങിയ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് 1949 അവസാനിച്ചത് അല്ലേ? സോ ഇറ്റ് ടേക്സ് 2 years 11 months and 17 days. ഓക്കെ, 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഓക്കെ, സോ 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാനായിട്ട് എടുത്ത ദിവസങ്ങൾ. ഓക്കെ, സോ നെക്സ്റ്റ് വന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയ ഒരു ഫാക്റ്റാണ് ഇത്. 395 ആർട്ടിക്കിൾസ്, 12 ഷെഡ്യൂൾസ്, 21 പാർട്സ്. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഒഫീഷ്യലി ഉള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 395 ആർട്ടിക്കിൾസും 12 ഷെഡ്യൂൾസും 21 പാർട്സുമാണ് ഉള്ളത്. ഓക്കെ, ഇതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും, 12, 21. ഓക്കെ, സോ 395 ആർട്ടിക്കിൾസ്, 12 ഷെഡ്യൂൾസ്, 21 parts. Okay, so next വന്നിട്ട് longest among the world. Yes, it is the longest
റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്, എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും നീളമേറിയ, ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നിങ്ങൾക്ക് നേരത്തെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും 395 ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. യെസ്, 395 ആർട്ടിക്കിൾസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. സോ ഭരണഘടന എഴുതി തീർന്ന ഉടനെ തന്നെ അതിൽ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു ഇതിനേക്കാളും കൂടുതൽ ഇനി ഒന്നും ഇതിൽ എഴുതി ചേർക്കരുത്, അല്ലെങ്കിൽ അപ്പം തന്നെ ഒത്തിരി ആർട്ടിക്കിൾസും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ അതിൽ ലാസ്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതലൊന്നും എഴുതി ചേർക്കരുത്, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ആർട്ടിക്കിൾസോ ഷെഡ്യൂൾസോ പാർട്സോ ഒന്നും വരരുത് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ടൊന്നും എഴുതി ചേർക്കാൻ പറ്റാതെ നമ്മൾ അമെൻഡ്മെൻറ്റ് ചെയ്യുന്നതും. എക്സ്ട്രാ ബ്രാക്കറ്റ്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 391A 391B എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു അമെൻഡ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് വെച്ചിട്ടുള്ളത്. സോ ഇതിൽ കൂടുതൽ വരരുത് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ അത് നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പോൾ ഷോർട്ടസ്റ്റ് ഏതായിരിക്കും? യെസ്, ഇറ്റ് ഈസ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് വേൾഡിലെ തന്നെ എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും ചെറിയ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. യെസ്, ഇറ്റ് ഈസ് സം അൺനോൺ ഫാക്ട്സ്. കുറച്ച് അൺനോൺ ഫാക്ട്സ്, അതായത് നിങ്ങൾക്ക് ഇത്ര നേരം പറഞ്ഞത് നിങ്ങൾക്ക് നോൺ ഫാക്ട്സ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം. മേ ബി, എനിക്കറിയില്ല, ഒത്തിരി പേർക്ക് അറിയാത്തവരുണ്ടാവാം. പക്ഷെ ഇനിയും കൂടുതൽ നമ്മൾ ഒത്തിരി പേർക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യെസ്, സം അൺനോൺ ഫാക്ട്സ്. ഫസ്റ്റ് വൺ ഈസ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതപ്പെട്ട സമയത്ത് 2 ഭാഷകളിലായിട്ടാണ് ഇത് എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് എഴുതപ്പെട്ട സമയത്ത് തന്നെ ഇത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഈ ഭരണഘടന എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് 1,17,369 വേർഡ്സ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. യെസ്, ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട ഭരണഘടനയിൽ 1,17,369 വേർഡ്സ് ആണ് ഉള്ളത്. സോ അതും നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ടോട്ടലി, അതായത് അമെൻമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ചേർത്ത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുന്ന സമയത്ത് തന്നെ 448 ആർട്ടിക്കിൾസ് 12 ഷെഡ്യൂൾസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞതിൽ കുറ്റമില്ലല്ലോ അല്ലേ? കാരണം ഇനിയും എക്സ്റ്റെൻഡ് ആയി പോവരുത് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ കുഡ് നോട്ട് എക്സ്റ്റെൻഡഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ അപ്പം തന്നെ 448 ആർട്ടിക്കിൾസും 12 ഷെഡ്യൂൾസും അതിൽ ഉണ്ടായിരുന്നു. So next one is handwritten by Prem Bihari Narain Raizada. Yes, our constitution is written ബൈ ഹാൻഡ് കൊണ്ട്, അതായത് കൈ കൊണ്ട് എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. ആൻഡ് അത് എഴുതിയിരിക്കുന്നത് പ്രേം ബിഹാരി നരൈൻ റെയ്സാദ എന്ന് പറയുന്ന അദ്ദേഹമാണ്. ആൻഡ് അത് എഴുതിയിരിക്കുന്നത് ഫ്ലോയിങ് ഇറ്റാലിക് സ്റ്റൈലിലാണ്. യെസ്, കർസീവ് റൈറ്റിംഗ് പോലത്തെ ഒരു സ്റ്റൈലിലാണ് പ്രേം ബിഹാരി നരൈൻ റെയ്സാദ എന്ന് പറയുന്ന അദ്ദേഹം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ഡെക്കറേറ്റഡ് ബൈ ആർട്ടിസ്റ്റ് ഫ്രം ശാന്തിനികേതൻ. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഓരോ പേജും ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, ശാന്തിനികേതനിലുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ പേജും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് ശാന്തിനികേതനിലെ ഒരു അന്തേവാസിയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ഹീലിയം ഫിൽഡ് കേസ് ഇൻ ഇന്ത്യൻ പാർലമെൻറ്റ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒറിജിനൽ ഹാർഡ് കോപ്പി ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻ ഇന്ത്യൻ പാർലമെൻറ്റിലെ ഒരു ഹീലിയം ഫിൽ ചെയ്തിട്ടുള്ള ഒരു കേസ്, അതായത് അതിനകത്തൊരു ഹീലിയം ഫിൽ ചെയ്തിട്ടുള്ള ഒരു സാധനത്തിലാണ് ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സംരക്ഷിച്ച് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻ ഹീലിയം ഫിൽഡ് കേസ് ഇൻ ഇന്ത്യൻ പാർലമെൻറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് 2000 അമെൻമെൻറ്റ്സ് ഫോർ ഫസ്റ്റ് ഡ്രാഫ്റ്റ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ്. ഓക്കെ, ഫസ്റ്റ് നമ്മളൊരു ഡ്രാഫ്റ്റ് രൂപീകരിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കുമല്ലോ. സോ അതിൽ 2000 അമെൻമെൻറ്റ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ 2000 അമെൻമെൻറ്റ്സ് ആണ് ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ അവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് 284 മെമ്പേഴ്സ് സൈൻഡ്. അതായത് 1949 നവംബർ 26 ഫൈനൽ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്വീകരിച്ചു അല്ലെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ സമയത്ത് 284 മെമ്പേഴ്സോ 284 മെമ്പേഴ്സാണ് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് 94 ടൈംസ് അമെൻഡഡ് ഇൻ 60 ഇയേഴ്സ്. കഴിഞ്ഞ 60 വർഷത്തിനുള്ളിൽ ആകെ അമെൻമെൻറ്റ് ചെയ്തിട്ടുള്ളത് 94 തവണയാണ്. ഓക്കെ, 94 തവണയാണ് കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ
അമെൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഒന്ന് നോക്കാം നമുക്ക്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം എഴുതിയിട്ടുള്ളത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഇത് ചെയ്തിട്ടുള്ളത്, അതായത് ഈ ഇംഗ്ലീഷ് വേർഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 1,17,369 വേർഡ്സ് ആണ് ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതിൽ എത്ര ആർട്ടിക്കിൾസ്, അതായത് ഇത് രൂപീകരിച്ച സമയത്ത് 448 ആർട്ടിക്കിൾസും 12 ഷെഡ്യൂൾസുമാണ് ഉണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹാൻഡ് റിട്ടൺ, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഹാൻഡ് റിട്ടൺ ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ പ്രേം ബിഹാരി നരൈൻ റെയ്സാദ ഇൻ ഫ്ലോയിങ് ഇറ്റാലിക് സ്റ്റൈൽ. ഓക്കെ, so next one is decorated by artists from ശാന്തിനികേതൻ. ശാന്തിനികേതനിലെ ഒരു അന്തേവാസിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഓരോ പേജും ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇന്ത്യൻ പാർലമെൻറ്റിലെ ഹീലിയം ഫീൽഡ് കേസിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹാർഡ് കോപ്പി, ഒറിജിനൽ ഹാർഡ് കോപ്പി സൂക്ഷിച്ചിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് 2000 അമെൻമെൻറ്റ് ഫോർ ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ്. ആദ്യത്തെ ഡ്രാഫ്റ്റിന് തന്നെ 2000 അമെൻമെൻറ്റ്സ് ആണ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് 284 മെമ്പേഴ്സ് അത് അഡോപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് സൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് സൈൻഡ് ബൈ 284 മെമ്പേഴ്സ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് 94 ടൈംസ് അമെൻഡഡ് ഇൻ 60 ഇയേഴ്സ്. കഴിഞ്ഞ 60 വർഷത്തിനുള്ളിൽ 94 തവണയാണ് ഇത് അമെൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, so the next one goes like this. Yes, our constitution is a borrowed constitution. ഒത്തിരി കാര്യങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും ബോറോ ചെയ്തിട്ടാണ് ഇത്രയും പെർഫെക്റ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾക്ക് തന്നിട്ടുള്ളത്. സോ അത് എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും സ്വീകരിച്ചത് എന്നറിയണ്ടേ? യെസ്, ആദ്യം തന്നെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിന്നും നമ്മൾ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമ്മൾ എന്തൊക്കെയാണ് സ്വീകരിച്ചതെന്ന് നോക്കാം. യെസ്, ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ. നമുക്ക് സെൻറ്ററിലും സ്റ്റേറ്റിലും ഓരോ ലെജിസ്ലേച്ചർ ഉണ്ടല്ലേ, സോ അത്തരത്തിലൊരു സംവിധാനം നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആൻഡ് അതായത് നമ്മുടെ പല സ്റ്റേറ്റുകളിലായിട്ട് ഒത്തിരി വലിയ സ്റ്റേറ്റുകളും ഒത്തിരി കുഞ്ഞ സ്റ്റേറ്റുകളും ഉണ്ട്. സോ വലിയ സ്റ്റേറ്റുകളിൽ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് ആണ്. സോ ബൈക്യാമറൽ ലെജിസ്ലേച്ചറിൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സെൻറ്റർ സ്റ്റേറ്റ് ആണ് ഫോർ എക്സാമ്പിൾ. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഇലക്ട്രൽ സിസ്റ്റം. നമ്മുടെ ഇവിടെ ഇലക്ട്രൽ സിസ്റ്റം ആണ് ഉള്ളത്. സോ അത്തരത്തിലൊരു ഇലക്ട്രൽ സിസ്റ്റം നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. ആൻഡ് റിട്ട്, യെസ്, ഹേബിയസ് കോർപ്പസ്, സെർഷ്യോറി, മാൻഡാമസ്, റിട്ട് ഓഫ് പ്രൊഹിബിഷൻ തുടങ്ങി 5 റിറ്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ഈ റിറ്റ്സ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് റൂൾ ഓഫ് ലോ ആണ്. റൂൾ ഓഫ് ലോ ഈസ് ഈക്വാലിറ്റി ബിഫോർ ദ ഐസ് ഓഫ് ലോ എന്ന് പറയുന്നൊരു സംവിധാനമാണ്. സോ അതും സ്വീകരിച്ചിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് പാർലമെൻ്ററി സിസ്റ്റമാണ്. യെസ്, പ്രൈം മിനിസ്റ്റർ ഈസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. സോ അത്തരത്തിലൊരു പാർലമെൻ്ററി സിസ്റ്റം, നമുക്കൊരു പ്രൈം മിനിസ്റ്റർ ഉണ്ട്, അദ്ദേഹത്തിന് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. സോ അത്തരത്തിലൊരു പാർലമെൻ്ററി സിസ്റ്റം നമുക്ക് ലഭിച്ചത് ബ്രിട്ടനിൽ നിന്നാണ്. യെസ്, ബ്രിട്ടൻ ഈസ് ദ മദർ ഓഫ് ദ പാർലമെൻറ്റ്. ബ്രിട്ടൻ മദർ ഓഫ് ദ പാർലമെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. സോ അവിടെ നിന്നാണ് നമുക്ക് പാർലമെൻ്ററി സിസ്റ്റം നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. യെസ്, നമുക്ക് ആകെ ഒരു സിറ്റിസൺഷിപ്പേ ഉള്ളൂ അല്ലേ. സെൻറ്റർ വി ആർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ വി ആർ ദ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ. ബട്ട് അമേരിക്കയ്ക്കൊക്കെ ഡബിൾ സിറ്റിസൺഷിപ്പൊക്കെ ഉണ്ട്. സോ അത്തരത്തിൽ സിംഗിൾ സിറ്റിസൺഷിപ്പും നമ്മൾ കൈക്കൊണ്ടിട്ടുള്ളത് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ. ലെജിസ്ലേച്ചറിൽ നടക്കുന്ന അമെൻമെൻറ്റ് പ്രൊസീജിയേഴ്സ് തുടങ്ങി ബില്ല് അത് ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. സോ ഈ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയേഴ്സും നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ക്യാബിനറ്റ് സിസ്റ്റം. യെസ്, വി ഹാവ് എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, യൂണിയൻ മിനിസ്റ്റേഴ്സ് തുടങ്ങി ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സംവിധാനവും നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആൻഡ് പ്രിറഗേറ്റീവ് റിറ്റ്സും നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് യു എസിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് സ്വീകരിച്ചിട്ടുള്ളത്? പ്രിയാമ്പിൾ. യെസ്, നമ്മുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലൂടെ വന്നിട്ടുള്ള പ്രിയാമ്പിൾ, നെഹ്റുവിൻ്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലൂടെ വന്നിട്ടുള്ള പ്രിയാമ്പിളും നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് യു എസിൽ നിന്നാണ്. ഓക്കെ, സോ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന നമ്മുടെ പ്രിയാമ്പിൾ നമ്മൾ യു എസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആൻഡ് യു എസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും വി ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ട്. സോ ഈ പ്രിയാമ്പിൾ യു എസിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഇംപീച്ച്മെൻറ്റ്. അതായത് നമുക്കിപ്പോൾ ഒരു ജഡ്ജിനെ ഇംപീച്ച് ചെയ്യണം, അല്ലെങ്കിൽ പുറത്താക്കണം, അല്ലെങ്കിൽ പ്രസിഡൻറ്റിനെ, വൈസ് പ്രസിഡൻറ്റിനെ തുടങ്ങിയവരെയൊക്കെ നമ്മൾ ഇംപീച്ചാണ് ചെയ്യുക, അതായത് അവരെ പുറത്താക്കുന്നത്. സോ ഇത്തരത്തിൽ ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയേഴ്സ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് യു എസിൽ നിന്നാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് സുപ്രീം കോർട്ട്.
വി ഹാവ് ദ അപ്പെക്സ് കോർട്ട്, ഡൽഹിയിലുള്ള സുപ്രീം കോർട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ അപ്പെക്സ് കോർട്ട് എന്ന് പറയുന്ന സംവിധാനം നമ്മൾ US-ൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. സുപ്രീം കോർട്ടിൻ്റെ കീഴിൽ വരുന്ന ഹൈക്കോർട്ടിൻ്റെ കീഴിൽ ഡിസ്ട്രിക്ട് കോർട്ട്, അങ്ങനെ തുടങ്ങി നമ്മുടെ ഈ ഒരു സുപ്രമസി അല്ലെങ്കിൽ ഹെജിമോണിക്കൽ സിസ്റ്റം അതിൻ്റെ അപ്പെക്സിൽ വരുന്നതാണ് സുപ്രീം കോർട്ട്. സോ ഈ സുപ്രീം കോർട്ടും നമ്മൾ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഈസ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേൾഡിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടേതാണ് ആൻഡ് ഏറ്റവും ചെറിയ കോൺസ്റ്റിറ്റ്യൂഷൻ അമേരിക്കയുടേതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുള്ളത് US-ൽ നിന്നാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. യെസ്, വി ഹാവ് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നമുക്കുള്ളത്. റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ തുടങ്ങി 6 എണ്ണം വരുന്നുണ്ട്. സോ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് തന്നിട്ടുള്ളത് US കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ, ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള കൺസെപ്റ്റും നമ്മൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. Okay, so now let's move to the next one, Irish government. Okay, Irish constitutionil ninnu nammal endokeyanu സ്വീകരിച്ചിട്ടുള്ളത്? Only the DPSP, Directive Principles of State Policy ആണ് നമ്മൾ Irish constitutionil നിന്നും സ്വീകരിച്ചിട്ടുള്ളത്. Directive Principles of State Policy എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സിന് നൽകുന്ന ഡയറക്റ്റീവ്സ് ആണ്. ഓക്കെ, ഡയറക്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് നൽകിയിട്ടുള്ള ഡ്യൂട്ടീസിനെ ഒന്ന് ഡയറക്റ്റ് ചെയ്യുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് നമ്മൾ ഐറിഷ് ഗവൺമെൻറ്റിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഈസ് കനേഡിയൻ ഗവൺമെൻറ്. കനേഡിയൻ ഗവൺമെൻറ്റിൽ നിന്നും സ്ട്രോങ് സെൻറ്റർ എന്ന് പറയുന്നത് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ട്. സോ ഇത്തരത്തിലൊരു സ്ട്രോങ് സെൻറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് കനേഡിയൻ ഗവൺമെൻറ്റിൽ നിന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ പോലും നമ്മൾ എന്താ പറയുക, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജോലിയാണോ? യെസ്, അത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് നമ്മൾ, അതായത് കേന്ദ്ര ഗവൺമെൻറ് ഫോർ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് ഒരു നിയമം പാസ്സാക്കുകയാണെങ്കിൽ പോലും സെൻട്രൽ ഗവൺമെൻറ്റിന് കുറച്ച് നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കുറച്ച് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന വേറൊരു ലിസ്റ്റും കൂടെ ഉണ്ട്. അതെടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ള ലോ മേക്കിംഗ് പ്രൊസീജിയേഴ്സിന് കൊടുത്തിട്ടുള്ള പാർട്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, അല്ലേ? സോ അത്തരത്തിലൊരു സ്ട്രോങ് സെൻറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ കനേഡിയൻ ഗവൺമെൻറ്റിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആൻഡ് റെസ്യൂഡിയറി പവേഴ്സ്, കുറച്ച് പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് പവേഴ്സ് ഉണ്ട് ഓരോരോ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓരോരോ കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ഓരോരോ പാർട്സിന്, ഓരോരോ ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുത്തിട്ടുള്ള കുറച്ച് പവേഴ്സ് ഉണ്ട്. സോ അത്തരത്തിൽ പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റാത്ത റെസ്യൂഡറി പവേഴ്സിനെയാണ് നമ്മൾ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അടുത്തതായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി കാലഘട്ടം. യെസ്, നമ്മുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരൻ ഏറ്റവും സ്ട്രോങ് ആക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്, അല്ലേ? എന്ത് വന്നാലും സസ്പെൻഡ് ചെയ്യാത്ത, അല്ലെങ്കിൽ എനിക്ക് ആ അധികാരമുണ്ട് എന്ന് പറഞ്ഞ് നൽകിയിട്ടുള്ള 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതെങ്ങാനും ലംഘിക്കപ്പെടുക അല്ലെങ്കിൽ തനിക്ക് ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് ഹൈക്കോർട്ട് അല്ലെങ്കിൽ സുപ്രീം കോർട്ട്, ഏറ്റവും ഫസ്റ്റ് പവർ പോകുന്നത് സുപ്രീം കോർട്ടിനാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഹൈക്കോർട്ടിനെ സമീപിക്കാവുന്നതാണ്. സോ ജുഡീഷ്യറി അത്രയും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അത്രയും പവർ കൊടുത്തിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ യെസ്, ഇറ്റ് ഈസ് ഡ്യൂറിങ് എമർജൻസി പീരീഡ്. എമർജൻസി പ്രഖ്യാപിക്കുന്ന സമയത്തായിരിക്കും ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്. സോ ആ ഒരു പ്രൊവിഷൻ നമ്മൾ ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് USSR. സോവിയറ്റ് യൂണിയനിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ദ ആബ്സല്യൂട്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തന്ന പോലെ തന്നെ, അതായത് നിങ്ങൾക്ക് ഇത്രയും അവകാശങ്ങൾ ഞാൻ തരുന്നുണ്ട്, സോ നിങ്ങൾ എനിക്ക് ഇച്ചിരി കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞ് നമുക്കൊരു 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് തന്നിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് റെസ്പെക്ട് ദ നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം, അങ്ങനെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. സോ ആ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഓക്കെ, ആ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ ചെയ്യേണ്ട ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ട ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് USSRൽ നിന്നാണ്. ഓക്കെ, ആ ഒരു പ്രൊവിഷനാണ് നമ്മൾ സ്വീകരിച്ചത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് 5-year പ്ലാൻ. 5 വർഷത്തേക്ക് നമ്മൾ പ്ലാൻ ഉണ്ടാക്കാറുണ്ടല്ലേ? ഫസ്റ്റ് 5-year പ്ലാൻ, സെക്കൻഡ് 5-year പ്ലാൻ എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് 5-year പ്ലാൻ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടായിരുന്നു, സെക്കൻഡ് 5-year പ്ലാൻ ഇൻഡസ്ട്രിയലൈസേഷന് വേണ്ടിയിട്ടായിരുന്നു. സോ അത്തരത്തിൽ 5-year പ്ലാൻസ് എന്നുള്ളൊരു പ്രൊവിഷൻ നമ്മൾ സ്വീകരിച്ചത് USSRൽ നിന്നാണ്. ഓക്കെ,
സോ ദ നെക്സ്റ്റ് വൺ ഈസ് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ. യെസ്, ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഒരു ആശയമാണ്. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ, അതായത് 1789 നടന്ന ഫ്രഞ്ച് റെവല്യൂഷനിലെ മെയിൻ സ്ലോഗൻ ആയിരുന്നു ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ഈ ഒരു ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഈ ഒരു സ്ലോഗൻ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ, യെസ്, ഇറ്റ് ഈസ് ദ ടൈം ഫോർ പാത്വേ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചത്, എന്താണ് അതിൻ്റെ നാൾ വഴികൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവാൻ പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിമുളയ്ക്കൊന്നുമില്ലല്ലോ. സോ അത്തരത്തിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ നാൾ വഴികളാണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പാത്വേ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചരിത്രം നോക്കുവാണെങ്കിൽ നമുക്ക് 1773 പോവേണ്ടി വരും. യെസ്, 1773 റെഗുലേഷൻ ആക്ട് ആണ് ഇതിൻ്റെ മെയിൻ വഴിത്തിരിവായിട്ട് വരുന്നത്. അതിനുശേഷം 1774 ഒരു സുപ്രീം കോർട്ട് കൽക്കത്തയിൽ രൂപീകരിക്കുന്നു. ഓക്കെ, സുപ്രീം കോർട്ട് കൽക്കത്തയിൽ രൂപീകരിക്കുന്നു. നിങ്ങൾ വിചാരിക്കണം ഡൽഹിയിലുള്ള സുപ്രീം കോർട്ട് എന്തിനാണ് കൽക്കത്തയിൽ രൂപീകരിച്ചത്? ആ സമയത്ത് കോർട്ടിനെ അങ്ങനെയാണ് പറയുന്നുണ്ടായിരുന്നത്. സോ അതുകൊണ്ടാണ് സുപ്രീം കോർട്ട് കൊൽക്കത്തയിൽ വരുന്നത്. ഓക്കെ, സോ 1781 അമെൻമെൻറ്റ് ആക്ട് വരുന്നു. ഓക്കെ, അമെൻമെൻറ്റ് ആക്ട് വരുന്നത് 1781 ടു റിമൂവ് ഡിഫക്ട്സ് ഓഫ് റെഗുലേഷൻ ആക്ട് ഓഫ് 1773. 1773 റെഗുലേഷൻ ആക്ടിലെ കുറച്ച് ഡിഫക്ട്സ് ഒക്കെ തിരുത്തി കുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് അമെൻമെൻറ്റ് ആക്ട് എന്നുള്ള പേരിൽ 1781 വരുന്നു. ഓക്കെ, സോ അത് കഴിഞ്ഞൊരു 7-8 വർഷം കഴിഞ്ഞിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്. യെസ്, പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെയാണ് കമ്പനി ഭരണം, ഇന്ത്യയിലെ കമ്പനി ഭരണം ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുക്കുന്നത്. പിറ്റ്സ് ഇന്ത്യ ആക്ട് ഇൻ 1784 പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെയാണ് എന്ത് 3 വർഷത്തിന് ശേഷം, അതായത് റെഗുലേഷൻ ആക്ടിലെ ഡിഫക്ട്സ് ഒക്കെ തിരുത്തി കുറിച്ച് കഴിഞ്ഞ് ഒരു 3 വർഷം കഴിയുമ്പോഴാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് വരുന്നത്. സോ ബ്രിട്ടീഷ് പാർലമെൻറ്റ് സുപ്രമസി ഓവർ കമ്പനിയുടെ നേതൃത്വം, ഓക്കെ, കമ്പനിയുടെ സുപ്രീം അതോറിറ്റി ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുക്കുന്നതാണ് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് 1784 അമെൻമെൻറ്റ് ആക്ട് പവർ ടു കോൺവാലിസ്. ഈ 1786 അമെൻമെൻറ്റ് ആക്ടിലൂടെ കോൺവാലിസ്, അതായത് ലോർഡ് കോൺവാലിസിന് പവർ കൈമാറുകയാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് 1793 ചാർട്ടർ ആക്ട്, പെയ്ഡ് സാലറി ഫോർ ഗവർണർ ജനറൽ. അത്രയും കാലം സാലറീസ് ഉണ്ടായിരുന്നില്ല. സോ ഗവർണർ ജനറൽസിന് പെയ്ഡ് സാലറി കൊടുത്തുകൊണ്ട് 1793 ചാർട്ടർ ആക്ട് വരുന്നു. ഓക്കെ, സോ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. റെഗുലേഷൻ ആക്റ്റും പിറ്റ്സ് ഇന്ത്യ ആക്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ അതിൻ്റെ ഡേറ്റ്സ് മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. ആൻഡ് സുപ്രീം കോർട്ട് വന്നത് ആൻഡ് ദിസ് അത് കഴിഞ്ഞ് 1813 ഓക്കെ 1813 ചാർട്ടർ ആക്ട് വരുന്നു. എഡ്യൂക്കേറ്റ് ഇന്ത്യ, റെഡ്യൂസ് കമ്പനി ഡെപ്റ്റ്, മിഷണറീസ് ടു ഇന്ത്യ. ഓക്കെ, ഇന്ത്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു അത്. ആൻഡ് അതിലൂടെ കമ്പനീൻ്റെ മെയിൻ, അതായത് അതിൻ്റെ മേൽനോട്ടത്തിൽ വരുന്ന ഗവൺമെൻറ്റൽ ഓഫീഷ്യൽസിനെ റിക്രൂട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഇന്ത്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതും. പിന്നെ അതിലൂടെ കമ്പനീൻ്റെ കുറച്ച് കടങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പരിഹരിക്കുക. മാത്രമല്ല അതിനു വേണ്ടി, അതായത് ഇവരെ ഇന്ത്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിഷണറീസിനെ കൊണ്ടുവരുന്നത്. ഓക്കെ, മിഷണറീസിനെ കൊണ്ടുവന്നത് ഇന്ത്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് അതിലൂടെ ഇവിടെ ക്രിസ്തുമതം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ചരിത്രമാണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് 1833 ചാർട്ടർ ആക്ട്. 1833 ഒരു ചാർട്ടർ ആക്ട് വരുന്നുണ്ട്. ആൻഡ് അതിലൂടെ ഓപ്പൺ കോമ്പറ്റീഷൻ ഫോർ സെലക്ഷൻ ഓഫ് സിവിൽ സർവൻസ്, സെൻട്രൽ ലെജിസ്ലേച്ചർ ഫോർ ഇന്ത്യ, അതായത് റിക്രൂട്ട് ചെയ്യാൻ ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കോമ്പറ്റീഷൻ, ഓപ്പൺ കോമ്പറ്റീഷൻ ഫോർ സെലക്ഷൻ ഓഫ് സിവിൽ സർവൻസ്. ഓക്കെ, സിവിൽ സർവൻസിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് സെൻറ്റർ ലെജിസ്ലേച്ചർ ഫോർ ഇന്ത്യയുടെ സെൻട്രൽ ലെജിസ്ലേച്ചറിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. ആൻഡ് 1853 ചാർട്ടർ ആക്ട്, ICS ഓപ്പൺഡ് ഫോർ ഓൾ, അതായത് ഇന്ത്യൻ സിവിൽ സർവീസ് ഓപ്പൺഡ് ഫോർ ഓൾ, എല്ലാവർക്കും പങ്കെടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് എക്സ്റ്റെൻഡഡ് കമ്പനി റൂൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് 1858 ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നുണ്ട്. ആൻഡ് അതിനുശേഷമാണ് ലോർഡ് കാനിങ് ആസ് ദ ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ. അതിനുശേഷമാണ് ലോർഡ് കാനിങ്ങിനെ ഇന്ത്യയിലെ വൈസ്രോയ് ആയിട്ട് നിയമിക്കുന്നത്. ഓക്കെ,
സോ നെക്സ്റ്റ് ഈസ് 1861. 1861 ഇന്ത്യ കൗൺസിൽസ് ആക്ട്. അത് കഴിഞ്ഞ് 1909 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 1909 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കഴിഞ്ഞിട്ടാണ് മിൻറ്റോ മോർലി റിഫോംസ് വരുന്നത്. ഓക്കെ, ഇതെല്ലാം ഓരോരോ നിയമങ്ങൾ, അതായത് പുതിയ പുതിയ നമ്മുടെ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള കാരണങ്ങളാണ്. സോ മിൻറ്റോ മോർലി റിഫോംസ് വന്നു, ഒത്തിരി പ്രൊവിഷൻസ് വന്നു. അത് കഴിഞ്ഞ് 20th August 1917 മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസ് വരുന്നുണ്ട്. ഓക്കെ, 20th August 1917 മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസ് വരുന്നുണ്ട്. ആൻഡ് ഇതിന് ശേഷമാണ് ഡയാർക്കി, ബൈക്യാമറലിസം, സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് ഫോർ മൈനോറിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത്. ആൻഡ് അതിന് ശേഷമാണ് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത്. ഓക്കെ, ബൈക്യാമറലിസം ഒക്കെ വന്നു കഴിയുമ്പം, സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് ഒക്കെ വന്നു കഴിയുമ്പം സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്യണ്ടേ. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് അഡൾട്ട് ഫ്രാഞ്ചൈസും PSC, പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, പബ്ലിക് സർവീസ് കമ്മീഷൻസിൻ്റെ നേതൃത്വത്തിൽ എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നത്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് 1927 സൈമൺ കമ്മീഷൻ. ആഫ്റ്റർ ഓൾ അത് ഫെയിലിയർ ആയെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. 1927 സൈമൺ കമ്മീഷൻ വരുന്നത്. ഓക്കെ, സോ അത് കഴിഞ്ഞ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇതിലൂടെയാണ് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ വരുന്നത്. അത്രയും കാലം കുറേ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ കൂടി അത് ചിട്ടയായ രീതിയിൽ കൊണ്ടുപോകണ്ടേ. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് 1937 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നതും. 1919 ആക്ടിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിക്ക്, അതായത് അന്നാണ് കുറേ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അതൊക്കെ ഒരു ചിട്ടയായ രീതിക്ക് കൊണ്ടുവരാനും അതിൻ്റെ വർക്കിങ്ങിനും വേണ്ടിയിട്ടാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത്. ഫുൾ ഫ്ലഡ്ജ് റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ്റിന് തുടക്കം കുറിക്കുന്നതും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാണ്. ഓക്കെ, സോ അതിൻ്റെ ഭാഗമായിട്ട് ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് ആൻഡ് RBI പോലും വരുന്നത്. ഓക്കെ, ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെയാണ്. ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് പറയുന്നതാണ് ഇവിടുത്തെ ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് RBIയും വന്നിരുന്നു. ആൻഡ് 37 ഒരു ഫെഡറൽ കോർട്ട്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടു സുപ്രീം കോർട്ട് വന്നത്. യെസ്, കൽക്കട്ടയിൽ സുപ്രീം കോർട്ട് വന്നതിന് ശേഷം ഒരു ഫെഡറൽ കോർട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത് 1937 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് 2 വർഷത്തിന് ശേഷമാണ് 1937 ഫെഡറൽ കോർട്ട് എന്നൊരു കൺസെപ്റ്റ് വരുന്നത്. ആൻഡ് അതിനുശേഷം 1947 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആവുന്നു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരുന്നു, പാർട്ടീഷൻ വരുന്നു, വൈസ്രോയ് എന്നുള്ളൊരു പോസ്റ്റ് തന്നെ അബോളിഷൻ ചെയ്യുന്നു. ആൻഡ് ആ ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് സൈൻ ചെയ്തത് ആരാം? അറ്റ്ലിയാണ്. ഓക്കെ, അറ്റ്ലിയാണ് UK പ്രൈം മിനിസ്റ്റർ. അപ്പോഴത്തെ UK പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള അറ്റ്ലിയാണ് ഈ ഒരു സൈനിങ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഗോസ് ലൈക്ക് ദിസ്. 1934, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് വന്നത് എന്ന്. സോ അതിന് മുമ്പ് കുറച്ച് പ്രൊവിഷൻസ് ഒക്കെ ഉണ്ടാവത്തില്ലേ. ആൻഡ് 1934 ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി MN റോയ് കൊണ്ടുവരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് 1934 MN റോയ് കൊണ്ടുവന്നത് കാരണമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് വരുന്നതും അതിൻ്റെ പേരിൽ ഒരു ഫുൾ ഫ്ലാഡ്ജ്ഡ് റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇൻ ഇന്ത്യയും വരുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ്, അതായത് അത് അഗ്രി ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അന്ന് ഇവിടുത്തെ അതോറിറ്റി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നത്. സോ INC ഒഫീഷ്യലി അത് അഗ്രി ചെയ്തത് 1935 MN റോയ് അത് കൊണ്ടുവന്നത് 1934. ഓക്കെ, സോ അത് കഴിഞ്ഞ് 1940s ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. 1940 ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, 34 ഈ 3 ഡേറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 34 MN റോയ് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവരുന്നു. INC അത് 35 അക്സെപ്റ്റ് ചെയ്യുന്നത്. അതും കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടാണ് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഇത്തരത്തിലൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നുള്ള ഒരു കൺസെപ്റ്റിനെ വെൽക്കം ചെയ്യുന്നത്. ആൻഡ് അതിനുശേഷമാണ് ഓഗസ്റ്റ് ഓഫർ വരുന്നത്. ആൻഡ് 42 ക്രിപ്സ് മിഷൻ. ഓക്കെ, ക്രിപ്സ് മിഷൻ വരുന്നത്. ആൻഡ് 46 December 9 ഫസ്റ്റ് സിറ്റിംഗ്
കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോർ അൺഡിവൈഡഡ് ഇന്ത്യ. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സിറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വരുന്നത് 46 ഡിസംബർ 9 ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് 47 ഓഗസ്റ്റ് 14 റീ അസംബിൾഡ് ഫോർ ഡൊമീനിയൻ ഓഫ് ഇന്ത്യ. യെസ്, നമുക്ക് ഓർമ്മയുണ്ടാവും 47 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. സോ 14 റീ അസംബിൾഡ്, ഒരു ഇന്ത്യൻ ഡൊമീനിയന് വേണ്ടിയിട്ട് ഈ ഒരു റീ അസംബ്ലിങ് നടക്കുന്നത്. ആൻഡ് 47 ജൂൺ 3 മൗണ്ട് ബാറ്റൻ പ്ലാൻ വരുന്നു. ഓക്കെ, മൗണ്ട് ബാറ്റൻ പ്ലാൻ വരുന്നത് എന്നാണ് 1947 ജൂൺ 3. And members were elected through indirect election and members from provincial state legislative assembly and Sachidanand Sinha as the interim president. Okay, so ഇത്രയുമാണ്, അതായത് ഇതിലൂടെയാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ലഭിച്ചത്. ഒത്തിരി പ്രാക്ടീസസും കാര്യങ്ങളും കഴിഞ്ഞ് ഒത്തിരി പോരാട്ടം ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു സംഭവം വരുന്നത്. കണ്ടില്ലേ, 34 MN റോയ് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നിട്ടും 40 ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ മെമ്പേഴ്സ്, അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അല്ലെങ്കിൽ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഇലക്ഷൻ നടന്നത് ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെ കുറച്ച് പേരെ തിരഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് മെമ്പേഴ്സ് ഫ്രം പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, ഓരോരോ പ്രവിശ്യകളിൽ നിന്നും റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഒത്തിരി പ്രവിശ്യകളിൽ നിന്നും ആരെയും വന്നിട്ടുണ്ടായിരുന്നില്ല. സോ അവരെയും കൂടെ ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് സച്ചിദാനന്ദ് സിൻഹയാണ് ഇൻറ്ററിം പ്രസിഡൻ്റായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, യെസ്. സോ 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആസ് ദ പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഓക്കെ, 1946 അതായത് ഞാൻ ഇവിടെ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ്റെ കാര്യമാണ്. സോ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് ഇലക്ഷൻ ചെയ്തപ്പോഴും ഇതുതന്നെയാണ്, അതായത് ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണ് അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക്. ആൻഡ് സച്ചിദാനന്ദ് സിൻഹ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഇൻറ്ററിം പ്രസിഡൻ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, കൺഫ്യൂസ്ഡ് ആയി പോവരുത്, ബിക്കോസ് BR അംബേദ്കർ ഈസ് ദ ഫാദർ ഓഫ് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു. ആൻഡ് പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ട് മാറി ചെയ്തു പോകുന്നൊരു കാര്യമാണ്. പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ആൻഡ് ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആണ് ഡോക്ടർ BR അംബേദ്കർ. അതുപോലെ തന്നെ അദ്ദേഹം ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ ഡിസംബർ 13 നെഹ്റു പാസ്ഡ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. നമ്മുടെ ഇപ്പോഴത്തെ പ്രിയാമ്പിളാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനായിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അത് വന്നത് ഡിസംബർ 13 1946 ആൻഡ് മുസ്ലിം ലീഗ് ബോയ്ക്കോട്ടഡ് ദ ഫസ്റ്റ് മീറ്റിംഗ് എന്നായിരുന്നു? ഡിസംബർ 9 1946 സോ മുസ്ലിം ലീഗ് ആ ഒരു ഫസ്റ്റ് മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ബോയ്ക്കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് BN റാവു ആസ് ദ ലീഗൽ അഡ്വൈസർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. BN റാവുവിനെയാണ് ലീഗൽ അഡ്വൈസർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദർ വർ 13 ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റീസ് ഫോർ ഫ്രെയിമിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 13 ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റീസ് ആണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ യെസ്, ദാറ്റ്സ് ഓൾ ഫോർ ദ പാത്വേ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. സോ മേജർ കമ്മിറ്റീസ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷന് മേജറും മൈനറും കമ്മിറ്റീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ട് 13 കമ്മിറ്റീസ് ഉണ്ട്. അതിൽ മേജർ കമ്മിറ്റീസ്, അതായത് മൊത്തം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മേജർ കമ്മിറ്റീസും മൈനർ കമ്മിറ്റീസും ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. മേജർ കമ്മിറ്റീസ് ആർ യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ്. ഓക്കെ, ഇത് രണ്ടും ഒന്നാണ്. Advisory Committee on Fundamental Rights and Minorities, Rules of Procedures Committee, State Committee and Steering Committee. Okay, ഇത്രയും മൈനർ, ഓക്കെ, ഇത്രയും മേജർ കമ്മിറ്റീസ് ആണ് നമുക്കുള്ളത്. ആൻഡ് മൈനർ കമ്മിറ്റീസ്, ഹിയർ കംസ് കമ്മിറ്റീസ് ഓൺ ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, Order of Business Committee, House Committee, Ad Hoc Committee on National Flag. Okay, National Flag വേണ്ടിയുള്ള ഒരു Ad Hoc Committee, Special Committees to examine the draft constitution, Credential Committee, Financial and Staff Committee. Okay, so ഇത്രയും മേജർ ആൻഡ് മൈനർ കമ്മിറ്റീസ് ആണുള്ളത്.
ആൻഡ് യെസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒബ്വിയസ്ലി, ആൻഡ് അതിൻ്റെ ചെയർമാൻ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഓക്കെ, സോ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ, ആൻഡ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ, ആൻഡ് മെമ്പേഴ്സ് എൻ ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാദി കൃഷ്ണസ്വാമി അയ്യർ, കെ എം മുൻഷി, മുഹമ്മദ് സാദുള്ള, ബി എൽ മിറ്ററും ഡി പി ഖൈത്താനും മുൻപേ ഈ മെമ്പേഴ്സ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതായിരുന്നു, അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സിൽ ഉണ്ടായിരുന്നായിരുന്നു. പിന്നീട് അവർ റീപ്ലേസ് ചെയ്തു, ആൻഡ് മദൻ റാവുവിനെയും ബി എൽ മിറ്ററിന് പകരം മദൻ റാവുവിനെയും ഡി പി ഖൈത്താൻ്റെ പകരം ടി ടി കൃഷ്ണമാചാര്യനെയും എന്ത് ചെയ്തു, അപ്പോയിൻറ്റ് ചെയ്തു. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഈസ് 389 മെമ്പേഴ്സ് ടോട്ടലി. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 299 മെമ്പേഴ്സാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് 299 ആണെന്ന് പറഞ്ഞു. ബട്ട് ടോട്ടലി 389 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്, മെമ്പേഴ്സ് ഫ്രം പ്രൊവിൻഷ്യൽ അസംബ്ലീസ്, ആൻഡ് ദേ ആർ നോമിനേറ്റഡ് ബൈ പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്ന് നോമിനേറ്റ് ചെയ്യുന്നത് 93 പേരെ ആയിരുന്നു. ആൻഡ് അതായത് ഈ പാർട്ടീഷന് ശേഷം ഈ മെമ്പേഴ്സ് റെഡ്യൂസ്ഡ് ടു 299. ഓക്കെ, സോ ഇത്രയുമാണ് ഇന്നത്തേക്കുള്ള കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയുള്ള ഫാക്ട്സും അതിൻ്റെ പാത്വേസും അതിൽ എത്ര കമ്മിറ്റീസ് ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. സോ ഡോണ്ട് ഫോർഗെറ്റ്, എല്ലാവരും കൃത്യമായിട്ടിരുന്ന് പഠിക്കുക, കാരണം ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് വീണ്ടും കുറച്ച് ഫാക്ട്സുമായിട്ട് കാണുന്നത് വരേക്കും ദിസ് ഇസ് സഫ്ന സൈനിങ് ഓഫ് ഫ്രം സക്സസ് അക്കാദമി.